കൂട്ടത്തല്ലിൽ നാണം കെട്ട് KSU. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന തെക്കൻ മേഖലാ ക്യാമ്പിലായിരുന്നു ഭാവി നേതാക്കളുടെ കൂട്ടത്തല്ല്. ക്യാമ്പിന്റെ ഭാഗമായി അർദ്ധരാത്രിയിൽ നടത്തിയ നാടൻ പാട്ടിനിടെയാണ് സംഭവം. നാണക്കേടായതോടെ മാധ്യമങ്ങൾക്കായി പഴി. കാര്യങ്ങൾ അത്ര ലളിതമല്ലെന്ന് മനസ്സിലായതോടെ അന്വേഷണത്തിന് 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് KPCC. ക്യാമ്പസ് ജോഡോ എന്ന പേരിൽ കഴിഞ്ഞ വർഷം നടത്തിയ പരിപാടിക്ക് പിന്നാലെയാണ് ഇത്തവണ മേഖലാ ക്യാമ്പുകൾ നടത്താൻ തീരുമാനിച്ചത്. അടിമുടി മാറാനൊരുങ്ങിയ KSU എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അടിമുടി മാറിയില്ല. ക്യാമ്പിൽ അടിയും ഇടിയുമായി മാറി. റീസർജൻസ് എന്ന പേരിൽ തെക്കൻ ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ പങ്കെടുപ്പിച്ചായിരുന്നു KSU പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ത്രിദിന ക്യാമ്പ്. ആദ്യ ദിനം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിൽ പങ്കെടുത്തു. പങ്കെടുക്കുമെന്നറിയിച്ചെങ്കിലും തിരുവനന്തപുരത്തുണ്ടായിട്ടും KPCC അധ്യക്ഷൻ K. സുധാകരൻ ക്യാമ്പിന് എത്തിയതുമില്ല. വിവിധ പരിശീലന ക്ലാസുകൾക്കും സംവാദങ്ങൾക്കുമൊപ്പം ആട്ടവും പാട്ടും ഒക്കെ നടന്നു. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ നൃത്തമാണ് കണ്ടത്. രണ്ടാം ദിവസം രാത്രി പാട്ടിനൊപ്പം ഡാൻസ് ആയിരുന്നില്ല, അടിയോടടി. കാരണം എന്തെന്നതിന് പല അഭിപ്രായമാണ്. പുറത്തുനിന്നും മദ്യം എത്തിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമെന്ന് ഒരു വിഭാഗം, കോളേജിലെ വാട്സാപ്പ് ഗ്രൂപ്പിനെ ചൊല്ലിയുണ്ടായ തർക്കമെന്ന് മറ്റൊരു വിഭാഗം, ക്യാമ്പ് അലങ്കോലപ്പെടുത്താൻ മനഃപൂർവ്വമായി ചിലർ നുഴഞ്ഞു കയറിയെന്ന് വേറൊരു കൂട്ടർ. പക്ഷേ ഇതിനെല്ലാം കാരണം മാധ്യമങ്ങളെന്നാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ വാദം. പുറത്തു വന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ പരിശോധിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ന്യായീകരിക്കുന്നു. തർക്കത്തെ തുടർന്ന് 2 പേർ ആശുപത്രിയിലാണ്. എന്നിട്ടും ചോര ചിന്തുന്ന സാഹചര്യമേ ഉണ്ടായിട്ടില്ലെന്നും അലോഷ്യസ് സേവ്യർ പറയുന്നു. ചോര ചിന്തുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ദാറ്റ് ഈസ് മൈ ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ. ഒരു ചോര ചിന്തുന്ന സാഹചര്യത്തിലേക്ക് അത് പോയിട്ടില്ല. അവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഫൈനൽ കൺക്ലൂഷൻ. സംഘർഷത്തിൽ KPCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് ക്യാമ്പ് നേരത്തെ നിർത്താൻ നിർദ്ദേശിച്ചതും. സംഭവത്തിൽ അന്വേഷണത്തിനായി 3 അംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ MM നസീർ, പഴകുളം മധു, AK ശശി എന്നിവരടങ്ങുന്ന സമിതി അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കും. തർക്കത്തിൽ KPCC അധ്യക്ഷന് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് MM നസീർ തന്നെ സമ്മതിക്കുന്നു. പ്രാദേശിക ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് സംഘർഷത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് KPCC പ്രസിഡന്റിന് ധാരാളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ വന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നിടത്തോളം KSUവിൻ്റെ ചില പ്രാദേശികമായ വാട്സപ്പ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ അത് ഈ ക്യാമ്പിൽ ഇന്നലെ ചില ഗ്രൂപ്പുകളായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ സമാപിക്കേണ്ട ക്യാമ്പ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉച്ചയോടെ നിർത്തി. സംഘടനയെ നവീകരിക്കാൻ നടത്തിയ ക്യാമ്പ് നാണക്കേടായതോടെ ഇനി സംഘടനയെ ന്യായീകരിക്കാൻ എന്ത് ചെയ്യാനാവുമെന്നാണ് നേതാക്കൾ നോക്കുന്നത്. കുട്ടി നേതാക്കളുടെ തല്ല് മാതൃസംഘടനയായ കോൺഗ്രസിനെയും ധർമ്മസങ്കടത്തിലാക്കി. സലിം മാലിക്, 24, തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.